എന്തിനായിരിക്കും ഇപ്പോൾ ടീച്ചർ വിളിപ്പിച്ചിട്ടുണ്ടാവുക? പാരൻറ്റ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക, അതൊരു ഹാഫ് ആൻ അവറിലേക്കൊക്കെ ടൈം ഇട്ടിട്ട്. റേസിസത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സ്കൂളിൽ കാണിക്കുന്നുണ്ടാവുമോ? അല്ലെങ്കിൽ മോൻ എന്തെങ്കിലും മിസ്ബിഹേവ് ചെയ്തോ? എന്തായിരിക്കും ഇത്? ടീച്ചർ പാരൻറ്റ് മീറ്റിങ്ങിന് പോയപ്പം അവൻ്റെ ക്ലാസ് റൂമിൻ്റെ പുറത്ത് അവൻ്റെ ആക്ടിവിറ്റീസും ഫ്രണ്ട്സിൻ്റെ ആക്ടിവിറ്റീസും ഒക്കെ എക്സ്പോസ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. കാസ്റ്റലുകൾ വരച്ചിട്ട് പെയിൻറ്റ് കൊടുക്കുന്നത്, അവരുടെ ഫോട്ടോസ് ഓരോ വീക്കിലെയും അല്ലെങ്കിൽ മന്ത്ലിയും ആക്ടിവിറ്റീസിൻ്റെ ഫോട്ടോസൊക്കെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവർ സ്കൂളിലേക്ക് പോകുമ്പം അവരുടെ ക്ലാസ് റൂമിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട്, അവരുടെ ബാഗുകളും ജാക്കറ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ബാഗ് നിന്നിട്ട് ടിഫിൻ ബോക്സ് മാത്രം എടുത്തിട്ടാണ് ക്ലാസ്. മീറ്റിംഗ് കഴിഞ്ഞു. മീറ്റിങ്ങിനകത്ത് എന്തൊക്കെയാണ് സംസാരിച്ചെന്ന് വെച്ചാൽ കുട്ടീൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും വീക്ക് പോയിന്റ്സും ഒക്കെയാണ്. കുട്ടീനെ വെച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കുക. എന്നിട്ട് അവനോടും കൂടെ ചോദിക്കും, അല്ലെങ്കിൽ അവളോടും കൂടെ ചോദിക്കും എന്തൊക്കെയാണ്, ഇതൊക്കെ ശരിയാണോ, ഇവിടെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കുക. അവരും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ അവർക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. ഓക്കെ, ഞാൻ ഇവിടെ എങ്ങനെയൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഓക്കെ ഞാൻ ഇത്രയും ഇമ്പ്രൂവ് ആയി, എനിക്ക് ഭയങ്കര പ്രൗഡ് നിമിഷങ്ങളാണ് അതൊക്കെ എന്നുള്ളത്. അതൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു ക്ലാസ്സിൽ ഇവിടെ 15 അല്ലെങ്കിൽ 20 കുട്ടികളൊക്കെ മാക്സിമം ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഡിവിഷൻ, അടുത്ത ഇതിലേക്ക് പോകും. ഒരുപാട് കുട്ടികളെ കുത്തി നിറച്ചൊന്നും അല്ല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് എല്ലാം നന്നായിട്ട് ഇൻഡിവിജ്വലി ഫോക്കസ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ സ്കൂളിൻ്റെ കാര്യം സംസാരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ലോഡ് സംസാരിക്കാനുണ്ടാവും എനിക്ക്. സ്കൂളിൽ അഡീഷണൽ സപ്പോർട്ട് പഠിക്കാനായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അഡീഷണൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ഫുട്ബോൾ, സ്വിമ്മിങ് അല്ലെങ്കിൽ കരാട്ടെ അങ്ങനെ എന്തെങ്കിലും, അതൊക്കെ ഓരോ ഏജിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഓരോ ക്ലാസ്സിൽ വന്നുകൊണ്ടിരിക്കും കേട്ടോ. നമ്മൾ എക്സ്ട്രാ ഒന്നും പേ ചെയ്യേണ്ട കാര്യമില്ല ഇതിനൊന്നും. ഇല്ല, ഇനിയും നമുക്ക് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവണം. കുട്ടിക്ക് കുറച്ചുകൂടെ അഡീഷണൽ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ട്യൂഷൻ അവൈലബിൾ ആണ്. പക്ഷേ ട്യൂഷൻ കുറച്ച് കോസ്റ്റ്ലിയാണ്. 15,000 രൂപയാണ്. ആഴ്ചയിൽ 2 ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. മന്ത്ലി ഓൾമോസ്റ്റ് ഒരു 15,000 രൂപേൻ്റെ അടുത്ത് വരും. ഇനി ഹോംവർക്കിൻ്റെ ബുക്ക് കൂടെ കാണിച്ചു തരാം കേട്ടോ. ഫാസ്റ്റായിട്ട് ഇതാണ് കേട്ടോ ഹോംവർക്കിൻ്റെ ബാഗ്. സ്കൂൾ ബാഗിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. അവരുടെ ഫുഡ് ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. വെള്ളവും ഫുഡും മാത്രമേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്കോ നോട്ട് ബുക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഹൈ ഫ്രീക്വൻസി വേർഡ്സ് ആണ്. ദ, ആൻഡ്, എ, ഓഫ്, സെഡ്, അപ്പ്, ആൻഡ്, ഹാഡ് എന്നൊക്കെ പറയുന്ന ഹൈ ഫ്രീക്വൻസി വേർഡ്സ് ആണ്. അപ്പം എല്ലാ ദിവസവും കുട്ടികളെ കൊണ്ട് ആ വേർഡ്സ് നമ്മൾ വായിക്കുകയും ചെയ്യണം, എഴുതുകയും ചെയ്യണം. അപ്പോൾ സ്റ്റോറിയൊക്കെ റീഡ് ചെയ്യുന്ന സമയത്ത് ഇത്തരമുള്ള വേർഡ്സ് വരുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ബുക്കുകൾ തരും, അതായത് പിക്ചേഴ്സ് കൂടുതലായിട്ട്. അപ്പോൾ അവർക്കത് ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന ബുക്കുകൾ, റീഡിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടുതൽ തന്നെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബുക്കുകളും തരും കേട്ടോ. അപ്പോൾ അതും വായിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അവരുടെ റീഡിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉള്ള നമ്പേഴ്സാണ്. നമ്പേഴ്സ് 1 to 100 വരെയൊക്കെയാണ്. ഇപ്പോൾ അവർ ഈ ടേമിൽ ഫോക്കസ് ചെയ്യുന്നത് 30 to 40 അല്ലെങ്കിൽ 50 ആണ്. പക്ഷെ 1 to 100 വരെ ഒക്കെ എഴുതാനൊക്കെ അറിയുകയും ചെയ്യാം. ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ടൊരു പ്ലെയിൻ പേപ്പർ, അല്ല ഒരു പ്ലെയിൻ ഒരു എന്താ പറയുക, ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് എഴുതാം. അത് വരെ ഉണ്ട്. ഹോംവർക്ക് എന്ന് പറയുന്നത് എല്ലാ തിങ്കളാഴ്ചയും ഈ ബാഗ് തന്നുവിടും. നമ്മൾ വ്യാഴാഴ്ച കൊടുത്തു വിടണം. വെള്ളിയാഴ്ച ഒന്നുമില്ല. ശനിയും ഞായറും ഹോളിഡേ, കുട്ടികൾ പഠിക്കുകയോ വേണ്ട എന്നാണ് പറയുന്നത്. പിന്നെ ഓരോ വീക്കിലും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, മൺഡേ ഇത് ചെയ്യണം, ട്യൂസ്ഡേ ഇത് ചെയ്യണം, വെനസ്ഡേ ഇത് ചെയ്യണം. എന്നിട്ട് നമ്മൾ പാരൻസ് ഓരോ ഡേയിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സൈൻ ചെയ്യണം. എന്നിട്ട് ഈ ഇത് കൊടുത്തു വിടണം. അപ്പം ലാസ്റ്റ് വീക്കിലൊക്കെ ചെയ്തിട്ടുള്ളതെല്ലാം ഇതിനകത്തുണ്ട്, കാണിച്ചു തരാം. ഇത് കണ്ടോ, ഓരോ വീക്കിലും ചെയ്തതിന് പാരൻസ് സൈൻ ചെയ്തിട്ട് എല്ലാ വീക്കിലും ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് അവർ അനലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ UK നോർത്തേൺ അയർലൻഡിൽ ഇങ്ങനെയാണ് കേട്ടോ ടീച്ചർ പാരൻറ്റ് മീറ്റിംഗ് ഒക്കെ നടത്തുന്നത്. 5 months കൂടുമ്പോൾ അവർ വിളിക്കും. അല്ലാതെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവരുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാം. കുഞ്ഞിലൊരു നെഗറ്റീവ് ആക്ടിവിറ്റി കണ്ടെങ്കിൽ അവർ അപ്പം തന്നെ നമ്മളെ ഏതെങ്കിലും ഒരു പാരൻറ്റിനെ വിളിച്ചിട്ട് ചോദിക്കും, എന്തുകൊണ്ടാണ് കുഞ്ഞിങ്ങനെ ആക്ട് ചെയ്തത്, എന്തെങ്കിലും സാഹചര്യം വീട്ടിലുണ്ടായിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ അവരത് അപ്പം തന്നെ, കാരണം അവർക്കറിയാം അത് അവരുടെ ഉത്തരവാദിത്തമാണ് ഒരു കുഞ്ഞിനെ നേർവഴിക്ക് നടത്തേണ്ടത്. അതിന് പകരം മെൻ്റലി ടോർച്ചർ ചെയ്യോ, കുട്ടീനെ ഹറാസ് ചെയ്യോ, കമ്പാരിസൺ ചെയ്തിട്ട് വിഷമിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. നാട്ടിലിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കാറുണ്ട്,
പാരൻസ് ആയിട്ട് ഡയറക്റ്റ് ഡിസ്കസ് ചെയ്യൂ. ടീച്ചേഴ്സ് കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാരൻറ്റിനോട് ഡിസ്കസ് ചെയ്യൂ. വീട്ടിൽ എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ, എന്തുകൊണ്ടായിരിക്കും കുട്ടി അങ്ങനെ ചെയ്തതെന്ന് മെൻ്റലി ഒന്നും ഫീൽ ചെയ്യാത്ത രീതിയിൽ വേണം മുന്നോട്ടേക്ക് പോകാൻ. ശരിയല്ലേ?